അട്ടപ്പാടി കോട്ടത്തറ ജനറൽ ആശുപത്രിയിൽ 1 വയസ്സുള്ള കുഞ്ഞിന് വീര്യം കൂടിയ മരുന്ന് നൽകിയെന്ന ആരോപണം. കുഞ്ഞിന്റെ ഡിസ്ചാർജ് പേപ്പറിൽ രേഖപ്പെടുത്തിയത് 72 വയസ്സുള്ള വ്യക്തിയുടെ പരിശോധനാ ഫലങ്ങളിലെ വിവരങ്ങൾ. സംഭവത്തിൽ കുടുംബം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. അതേസമയം പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം. മൂന്ന് ദിവസം മുമ്പാണ് പനി കൂടി ഫിക്സ് വന്നതിനെ തുടർന്ന് നെല്ലിപ്പതി സ്വദേശി സ്നേഹ അരുൺ ദമ്പതികളുടെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്ന് വീര്യം കൂടിയ മരുന്ന് നൽകിയെന്നാണ് കുടുംബം പറയുന്നത്. ഫിക്സിനുള്ള മരുന്ന് 5 മില്ലിഗ്രാം നൽകേണ്ടതിന് പകരം ആശുപത്രിയുടെ ഫാർമസിയിൽ നിന്ന് നൽകിയത് 10 മില്ലിഗ്രാം വീര്യമുള്ള മരുന്നെന്നാണ് പരാതി. ഇതേ തുടർന്ന് കുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. നഴ്സുമാരുടെ നിർദ്ദേശപ്രകാരമാണ് മരുന്ന് നൽകിയതെന്നാണ് കുടുംബം പറയുന്നത്. 5 mg കൊടുക്കേണ്ട സ്ഥാനത്ത് എഴുതി തന്നു. ഫാർമസിയിൽ നിന്ന് ഞങ്ങൾക്ക് 10 mg ആണ് തന്നത്. കൊച്ചിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ബോധമില്ലാതെ ഇങ്ങനെ തോളത്ത് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരു മണിക്കൂറോളം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്രണ്ടൊക്കെ റൂമിൽ വന്ന് കുഴപ്പമില്ല, അത് കുറച്ച് നേരത്തേക്ക് ഉറക്കം ഉണ്ടാവുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതേസമയം കുഞ്ഞിന്റെ ഡിസ്ചാർജ് പേപ്പറിൽ രേഖപ്പെടുത്തിയത് 72 വയസ്സുള്ളയാളുടെ പരിശോധനാ ഫലങ്ങളിലെ വിവരങ്ങളാണ്. എന്നാൽ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങി നഴ്സുമാരുടെ കൗണ്ടറിലാണ് നൽകേണ്ടിയിരുന്നതെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കുൾപ്പെടെ കുടുംബം പരാതി നൽകി. ന്യൂസ് മലയാളം, പാലക്കാട്.